എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷാർ തിരുനാഗപ്പള്ളി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്മാർട്ട് വർക്കൗട്ട് ചലഞ്ച് അല്ലെ, SCRT സ്മാർട്ട് വർക്കൗട്ട് ചലഞ്ചിന്റെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം 1ാമത്തെ ചാപ്റ്റർ ഒറ്റയല്ലൊരു ജീവിയും, 2ാമത്തെ ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ, 3ാമത്തെ ചാപ്റ്റർ ജലം നിത്യജീവിതത്തിൽ. ഈ 3 ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇനി 4ാമത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകൾ. 4ാമത്തെ ചാപ്റ്റർ ആണ് ജീവനുള്ള വിത്തുകൾ. ജീവനുള്ള വിത്തുകൾ എന്ന ഈ ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ജലം നിത്യജീവിതത്തിൽ എന്ന ആ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് നോക്കാം. അപ്പം നമ്മൾ എല്ലാ വട്ടവും പോകുന്ന പോലെ എല്ലാവരും കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, ഓപ്ഷൻസും വായിക്കും, നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസിലെ ആൻസർ ഏതാണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ 1ാമത്തെ ചോദ്യം ഇതാണ്: സോഡ ലായനി ഡാഷ് വിഭാഗത്തിൽപ്പെടുന്ന ലായനിയാണ്. സോഡ ലായനി ഡാഷ് വിഭാഗത്തിൽപ്പെടുന്ന ലായനിയാണ്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ സമയം ആവശ്യമാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യാം, ദെൻ കമന്റ് ചെയ്തിട്ട് റെസ്യൂം ചെയ്ത് കാണാം കേട്ടോ. അപ്പൊ 1ാമത്തെ ചോദ്യം കേട്ടല്ലോ. സോഡ ലായനി ഡാഷ് വിഭാഗത്തിൽപ്പെടുന്ന ലായനിയാണ്. ഓപ്ഷൻ എ ഖരം ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്നു. ഓപ്ഷൻ ബി ദ്രാവകം വാതകത്തിൽ ലയിച്ചു ചേരുന്നു. ഓപ്ഷൻ സി വാതകം ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്നു. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഖരം ദ്രാവകത്തിലാണോ, അതോ ദ്രാവകം വാതകത്തിൽ ലയിച്ചു ചേരുന്നതാണോ, അതോ വാതകം ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്നതാണോ, അതോ ഇതൊന്നുമല്ലേ? സോഡ ലായനി ഏത് വിഭാഗത്തിൽപ്പെടുന്ന ലായനിയാണെന്നാണ് ചോദ്യം. ഏത് വിഭാഗത്തിലാണ്? എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞാണ് അല്ലെ. നമ്മൾ പഠിച്ചായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? സോഡ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു. അതാണ് സോഡ തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നത് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നതിന്റെ ഫലമായിട്ടാണ് കുമിളകൾ രൂപപ്പെടുന്നത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വാതകമാണ് അല്ലെ. അപ്പൊ ഈ വാതകം H2 എന്ന ദ്രാവകത്തിൽ ലയിച്ചേരുകയാണ്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ശരി ഏതാണ്? ഓപ്ഷൻ സി ആണ്. വാതകം ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്ന ലായനിയാണ് സോഡ ലായനി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ചോദ്യം. ഓക്കെ, 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ ചോദ്യം ഇതാണ്: വസ്തുക്കളുടെ ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. വസ്തുക്കളുടെ ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓപ്ഷൻ എ ഊഷ്മാവ്, ഓപ്ഷൻ ബി പ്രതല വിസ്തീർണം, ഓപ്ഷൻ സി പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ ലീനത്തിന്റെ സ്വഭാവം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. വസ്തുക്കളുടെ ലയന വേഗത, അതിന്റെ ലയിക്കാനുള്ള ആ ഒരു വേഗതയെ, ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? താപനില അല്ലെങ്കിൽ ഊഷ്മാവ് അതുമായിട്ട് ബന്ധപ്പെടുന്നതാണോ? ആണല്ലേ. ഓപ്ഷൻ ബി പ്രതല വിസ്തീർണം. പ്രതല വിസ്തീർണം ബാധിക്കുമോ? പ്രതല വിസ്തീർണവും ബാധിക്കും. ഓപ്ഷൻ ബിയും ശരിയാണ്. ഓപ്ഷൻ സി നോക്കൂ, പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ ലീനത്തിന്റെ സ്വഭാവം. ലീനത്തിന്റെ സ്വഭാവം ബാധിക്കുമോ? ബാധിക്കും അല്ലെ. അതിപ്പം ഓപ്ഷൻ സിയും ശരിയാണ്. അപ്പം മുകളിൽ പറഞ്ഞവയെല്ലാം, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വസ്തുക്കളുടെ ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മുകളിൽ പറഞ്ഞവയെല്ലാം ബാധിക്കുന്നതാണ്. അടുത്ത 3ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ലോക ജലദിനം. ലോക ജലദിനം ഏപ്രിൽ 14, മാർച്ച് 22, മാർച്ച് 21, ഏപ്രിൽ 15. ലോക ജലദിനം എന്നാണ്. ലോക ജലദിനം എന്ന ഓപ്ഷൻ ബി മാർച്ച് 22 ആണ് അല്ലെ. നമ്മൾ പഠിച്ചു ലോക ജലദിനം മാർച്ച് 22, ദേശീയ ജലദിനം ഏപ്രിൽ 14. 2 കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം: സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത്? പ്രീവിയസ് ഇയർ ചോദ്യമാണ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ഉപ്പുവെള്ളം, ഓപ്ഷൻ ബി പഞ്ചസാര വെള്ളം, ഓപ്ഷൻ സി വെള്ളം, ഓപ്ഷൻ ഡി വെളിച്ചെണ്ണ. സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ്. എന്തിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്? എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണും. എന്തിനെയാണ്? വെള്ളത്തെയാണ് അല്ലെ. കാരണം എല്ലാ സാധനവും, കൂടുതൽ പദാർത്ഥങ്ങളും ലയിച്ചു ചേരുന്ന എവിടെയാണ്? വെള്ളത്തിനകത്താണ്. അതുകൊണ്ട് വെള്ളത്തെ നമ്മൾ സാർവിക ലായകം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം നോക്കൂ, 5ാമത്തെ ചോദ്യം: വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ. വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചോണേ. ഓപ്ഷൻ എ സാന്ദ്രീകരണം, ഓപ്ഷൻ ബി ബാഷ്പീകരണം, ഓപ്ഷൻ സി ഘനീഭവിക്കൽ, ഓപ്ഷൻ ഡി ട്രാൻസ്പിറേഷൻ. വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ. നമുക്കറിയാം, ഒരു വെള്ളം നീരാവിയായി മാറണമെങ്കിൽ ദ്രാവകം വാതകമായി മാറുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ ബി ബാഷ്പീകരണമാണ് അല്ലെ. എല്ലാവർക്കും കിട്ടിക്കാണും ഓപ്ഷൻ ബി ബാഷ്പീകരണം. അങ്ങനെയാണെങ്കിൽ
അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം പറയാണ്, ലാസ്റ്റ് ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ജലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ജലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ, ജലം ഒരു സാർവിക ലായകമാണ്. ഓപ്ഷൻ ബി, ജലം വിധാനം പാലിക്കുന്നു. ഓപ്ഷൻ സി, ഭൂമിയിലെ പ്രധാന ജലശേഖരം സമുദ്രമാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പം പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ജലം ഒരു സാർവിക ലായകമാണ്. ഓപ്ഷൻ എ ശരിയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ജലം ഒരു സാർവിക ലായകമാണ്. ജലം വിധാനം പാലിക്കുന്നു, അല്ലെ? നമ്മൾ പറഞ്ഞായിരുന്നു, ജലക്ഷാമം വരുമ്പോൾ അടുത്തുള്ള കിണറുകളൊക്കെ ജലസ്രോതസ്സുകളെല്ലാം വറ്റുന്നതിന് കാരണം ജലം വിധാനം പാലിക്കുന്നത് കൊണ്ടാണ്. ജലം വിധാനം പാലിക്കുന്നു, ശരിയാണ്. ഓപ്ഷൻ സി നോക്കൂ, ഭൂമിയിലെ പ്രധാന ജലശേഖരം കടലാണ്. ശരിയാണോ? അതെ, ഭൂമിയിലെ പ്രധാന ജലശേഖരം ഏതാണ്? കടലാണ്. അങ്ങനെയാണെങ്കിൽ മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പം ക്ലിയർ ആയല്ലോ. ജലം നിത്യജീവിതത്തിൽ എന്ന ചാപ്റ്റർ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. അതിനകത്തൊന്ന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഏതാണ്? ജീവനുള്ള വിത്തുകൾ. നാലാമത്തെ ചാപ്റ്റർ ആണ് ജീവനുള്ള വിത്തുകൾ എന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എക്സിആർടി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, വിത്ത് മുളയ്ക്കാൻ എന്നും പറഞ്ഞുകൊണ്ട്. വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണോ? അല്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? വിത്ത് മുളയ്ക്കാൻ എന്ന ആ ഒരു ഭാഗത്തിനകത്ത് മൂന്നേ പോയിന്റേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഞാൻ ഇവിടെ എഴുതിയാണ്. ഏതൊക്കെയാണ്? ഒന്ന്, ജലം ആവശ്യമാണ്. ജലത്തിന് പുറമെ എന്താവശ്യമാണ്? വായു ആവശ്യമാണ്. പിന്നെന്താവശ്യമാണ്? താപനില എന്നിവ എന്തിനാവശ്യമാണ്? വിത്ത് മുളയ്ക്കാൻ വേണ്ടി ആവശ്യമാണ്. അപ്പൊ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായത് ജലം, വെള്ളം ആവശ്യമാണ്, വായു ആവശ്യമാണ്, താപനില ആവശ്യമാണ്. ഇനി വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മണ്ണും പിന്നൊന്ന് ഏതാണ്? സൂര്യപ്രകാശവും. മണ്ണും സൂര്യപ്രകാശവും എന്താവശ്യമില്ല? വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകമാണ്. അപ്പൊ വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങൾ ജലം, വായു, താപനില. വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകങ്ങളാണ് മണ്ണും സൂര്യപ്രകാശം. അതുമായി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എയറോപോണിക്സ് ഒക്കെ വരുമ്പോൾ പറയും. അപ്പൊ ആലോചിക്കാം, മണ്ണും സൂര്യപ്രകാശവും വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങളല്ല. ഇനി വ്യത്യസ്ത വിത്തുകൾക്ക് മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഈ 3 പോയിന്റേ ഉള്ളൂ അവിടെ നിന്ന് പഠിക്കാൻ. ആ 3 പോയിന്റ് നിങ്ങൾ പഠിച്ചല്ലോ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ, ആവശ്യമില്ലാത്ത ഘടകങ്ങൾ, അതേപോലെ തന്നെ വിത്ത് മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. ചിലപ്പോൾ പ്രസ്താവനയായിട്ട് ആ ഒരു പോയിന്റ് വരാം. ക്ലിയർ ആയേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കൂ, വിത്തിനുള്ളിലെ ജീവൻ എന്നും പറഞ്ഞുകൊണ്ടൊരു പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഇതൊന്ന് നോക്കിക്കോളൂ. ഹൈഡ്രോപോണിക്സ് നമ്മൾ പറഞ്ഞായിരുന്നു, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്. അപ്പം ഇത് ആ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ്. ഹൈഡ്രോപോണിക്സ് എന്താ? മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയെ പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് എന്നത്. ഹൈഡ്രോപോണിക്സ് ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിലാണ് സസ്യങ്ങൾ വളർത്തുന്നത്. പോഷക ലായനിയിൽ, ഹൈഡ്രോ എന്ന് ഓർത്താൽ മതി അല്ലെ. അറിയാം, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അപ്പൊ ഹൈഡ്രോ പോഷക ലായനിയായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഒരു ലായനിയാണ്, ലായനിയിലാണ് സസ്യങ്ങൾ വളർത്തുന്നത്. അപ്പൊ മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന രീതി, അതേപോലെ തന്നെ മണ്ണിന് പകരം എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്? പോഷക ലായനിയാണ്. ആ ഒരു കൃഷി രീതി പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് എന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് എയറോപോണിക്സ്?
മണ്ണോ വെള്ളമോ ഇല്ലാതെയുള്ള കൃഷിരീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണുമില്ല അവിടെ, വെള്ളവുമില്ല. മണ്ണോ വെള്ളമോ ഇല്ലാതെയുള്ള കൃഷിരീതിയെ പറയുന്ന പേര് എയറോപോണിക്സ് എന്നാണ്. ജലബാഷ്പമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മണ്ണിനും വെള്ളത്തിനും പകരം എന്താണ് ഉപയോഗിക്കുന്നത്? ജലബാഷ്പമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഹൈഡ്രോപോണിക്സ് എന്താണ്, എയറോപോണിക്സ് എന്താണ്. നമ്മൾ പറഞ്ഞായിരുന്നു എന്ത് ആവശ്യമില്ല, മണ്ണില്ലാതെയും ജലമില്ലാതെയും എന്ത് നമുക്ക് വിത്ത് മുളപ്പിക്കാൻ സാധിക്കും. അപ്പൊ മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതി ഹൈഡ്രോപോണിക്സ്. മണ്ണോ വെള്ളമോ ഇല്ലാതെയുള്ള കൃഷി രീതിയാണ് എയറോപോണിക്സ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങള് ഇത്രയും ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. വിത്തിനുള്ളിലെ ജീവൻ. ആ പിക്ചറിനകത്ത് കണ്ടോ, 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബീജമൂലം, ബീജപത്രം, ബീജശീർഷം. ചെറുപയറിന്റെ വിത്തിന്റെ മുളയ്ക്കലാണ് കൊടുത്തേക്കുന്നത്. ചെറുപയറിന്റെ വിത്ത് മുളയ്ക്കലാണ് കൊടുത്തേക്കുന്നത്. ബീജമൂലം, ബീജപത്രം, ബീജശീർഷം. ആദ്യം തന്നെ നമുക്ക് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എടുക്കാം. റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലം. ബീജമൂലം എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം. ഡെവലപ്സ് ഇൻറ്റു റൂട്ട് സിസ്റ്റം. ഡെവലപ്സ് ഇൻറ്റു എന്തോട്ടാ? റൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റൂട്ട് ആവുമ്പോ ഇത് എങ്ങോട്ടായിരിക്കും പോന്നെ? താഴോട്ടായിരിക്കും പോന്നെ അല്ലെ? താഴോട്ടായിരിക്കും പോന്നെ. അപ്പം വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വളരുന്ന ഭാഗമാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എന്ന് പറയുന്നത്. ഡെവലപ്സ് ഇൻറ്റു റൂട്ട് സിസ്റ്റം. ഡെവലപ്സ് ഇൻറ്റു റൂട്ട് സിസ്റ്റം ആണ് റാഡിക്കിൾ. ഈ പിക്ചറിനകത്ത് കണ്ടോ, താഴേക്കാണ് ഇത് വളരുന്നത്. താഴേക്കാണ് വളരുന്നത് അല്ലെ? റൂട്ടായിട്ട് മാറുന്ന ഈ താഴേക്ക് വളരുന്നതാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ. ഡെവലപ്സ് ഇൻറ്റു റൂട്ട് സിസ്റ്റം. വിത്തിൽ നിന്ന് വളർന്ന താഴേക്ക് വളരുന്ന അല്ലെങ്കിൽ വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വളരുന്ന ഭാഗമാണ് ബീജമൂലം അല്ലെങ്കിൽ റൂട്ട് സിസ്റ്റം, റാഡിക്കിൾ എന്ന് പറയുന്നത്. റാഡിക്കിൾ ഡെവലപ്സ് ഇൻറ്റു റൂട്ട് സിസ്റ്റം. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തതുണ്ട് ബീജപത്രം. ബീജപത്രം കോട്ടിലുണ്ടോ? അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് മറ്റൊന്നുകൂടെ നോക്കി, ബീജശീർഷമുണ്ട് അല്ലെ? പ്ലിമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം. എന്താണ് ഈ ബീജശീർഷം എന്ന് പറയുന്നത്? ബീജശീർഷം വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗം. കണ്ടോ, ഇത് മുകളിലേക്കല്ലേ വളരുന്നത്? മുകളിലേക്കല്ലേ വളരുന്നത്? അപ്പൊ വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗം, ശീർഷം, തല, അങ്ങനെ ഓർത്താൽ മതി. മുകളിലല്ലേ അത്? അപ്പൊ മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് എന്ത്? ബീജശീർഷം എന്ന് പറയുന്നത്. വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗം. അപ്പൊ ഇതെന്തായിരിക്കും? ഡെവലപ്സ് ഇൻറ്റു, ഇവിടെ നോക്കിയേ, ഇലയും തണ്ടും എല്ലാം ഉണ്ട് അല്ലെ? അപ്പൊ ഇത് ഡെവലപ്സ് ഇൻറ്റു എന്തിലോട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഡെവലപ്സ് ഇൻറ്റു ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റം. ഈ രണ്ടുപേരും ഓർത്താൽ മതി, റൂട്ട് സിസ്റ്റവും ഷൂട്ട് സിസ്റ്റവും. ക്ലിയർ ആയിട്ട് ഓർക്കാലോ? ബീജമൂലം എന്താണ്? ബീജമൂലം ആ പടത്തിനകത്ത് തന്നെ ഉണ്ട്, ആ ചിത്രത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്താ? വിത്ത് മുളച്ച് താഴേക്ക് വളരുന്ന ഭാഗമാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെവലപ്സ് ഇൻറ്റു റൂട്ട് സിസ്റ്റം. താഴേക്ക് വളരുന്ന, റൂട്ടിലായിട്ട് വളരുന്നത്. ഇനി രണ്ടാമത് പറയാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമ്യൂൾ. എന്താണ്? മുകളിലേക്ക് വളരുന്ന ഭാഗം അല്ലെ? വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അല്ലെങ്കിൽ ഡെവലപ്സ് ഇൻറ്റു ഷൂട്ട് സിസ്റ്റം. ബീജശീർഷം എന്താണ്? ഡെവലപ്സ് ഇൻറ്റു ഷൂട്ട് സിസ്റ്റം ആണ്. ഷൂട്ട് സിസ്റ്റത്തിലേക്ക് വളരുന്നതാണ്. ഇനി നോക്കി, ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡോൺ ഉണ്ട്. എന്താണ് ബീജപത്രം എന്ന് പറയുന്നത്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വിത്തിലെ അല്ലെങ്കിൽ ആ ഒരു വിത്തിലെ പ്രാഥമിക ഇലകളാണ് നമുക്ക് ബീജപത്രം എന്ന് പറയാം. അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നത് ആരാണ്? ഈ ബീജപത്രമാണ് ഫുഡ് കൊടുക്കുന്നത്. കണ്ടോ, ഇതാണ് ബീജപത്രം. ഇതാണ് ബീജപത്രം. ബീജപത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? താഴേക്ക് വളരുന്ന ഭാഗമാണ്. വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വളരുന്ന ഭാഗമാണ് ബീജമൂലം. അപ്പൊ നമുക്കറിയാം അതെന്തായിരിക്കും? റൂട്ട് ആയിരിക്കുമല്ലോ താഴേക്ക് വളരുന്ന ഭാഗം. അടുത്തത് ബീജശീർഷം എന്താണ്? ഡെവലപ്സ് ഇൻ ഷൂട്ട് സിസ്റ്റം. വിത്ത് മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. പിന്നെ ഉള്ളത് എന്താണ്? ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡോൺ. കണ്ടല്ലോ, ആ കോട്ടിലിഡോണിൽ നിന്നാണ് എന്ത് വളരുന്നത്? ആ ഷൂട്ട് സിസ്റ്റം ആയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നോക്കി, എന്താണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്ന് പറയുന്നത്?
അനുകൂലമായ സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ്. അനുകൂലമായ സാഹചര്യത്തിൽ, ഒരു അനുകൂലമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം, നമ്മൾ വായു എന്നൊക്കെ പറഞ്ഞു അല്ലെ, അതെല്ലാം ഘടകങ്ങൾ ഒക്കെ ആവശ്യമായിട്ട് വന്ന് ആ ഒരു അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം, അതാണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്ന് പറയുന്നത്. ഇനി വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നതാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ. കണ്ടല്ലോ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വന്നാണ്ടോ, ഇതൊരു വിത്താണെങ്കിൽ ഈ വിത്തിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്നത് എന്താണ്? ഈ ഒരു സംഭവമാണ്. ഈ സംഭവമാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വിത്ത് മുളച്ച ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ഈ ബീജമൂലം മണ്ണിലേക്ക് വളർന്നാണ് വേരുണ്ടാകുന്നത്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരുണ്ടാകുന്നു. ഇനി രണ്ടാമത്തത് ബീജശീർഷം എന്താണെന്ന് ചോദിച്ചാൽ, ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം, ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത്. ഈ ബീജശീർഷം വളർന്നാണ് തണ്ടും ഇലയുമായി മാറുന്നത്. അപ്പൊ ബീജമൂലം വളർന്ന് വേരുകളായിട്ട് മാറുന്നു, ബീജശീർഷം വളർന്ന് തണ്ടും ഇലകളുമായിട്ട് മാറുന്നു. ഒരു തണ്ടും അതിന്റെ കൂടെ തന്നെ ഇലകളുമായിട്ട് മാറുന്നത് ഈ ബീജശീർഷം വളർന്നാണ്. ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. എന്താണ് വിത്തുമുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം, എന്താണ് ബീജമൂലം, എന്താണ് ബീജശീർഷം. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് കോട്ടിലിഡോൺ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു എന്താ, ബീജപത്രം അല്ലെ, നമ്മളിവിടെ കണ്ടായിരുന്നു ബീജപത്രം, കണ്ടല്ലോ ബീജപത്രം. അപ്പൊ അതെന്താണെന്നാണ് നമ്മൾ പറയുന്നത്. വിത്ത് മുളച്ച് ഇളയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? വിത്തിൽ മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജപത്രത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞാണ് ആ ബീജശീർഷം ഉണ്ടാകുന്നത്, തണ്ടും ഇലയും കൂടി. അതുവരെ ആ ചെടിക്ക് ഭക്ഷണം വേണമല്ലോ. ആ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്? ബീജപത്രത്തിൽ നിന്നാണ്. നമുക്കറിയാം, ഒരു ചെടിക്കകത്ത് ഫോട്ടോസിന്തസിസ് നടന്ന് ഇലയ്ക്കകത്താണ് ആഹാരം നിർമ്മിക്കുന്നത്. ഇത്രയും കാര്യം നമുക്കറിയാം. അപ്പൊ ഈ ഇലയാകുന്നതിന് മുമ്പ് ചെടി വളരണമല്ലോ. ചെടിക്ക് ഒരു തണ്ട് വരണം, ചെടിക്ക് റൂട്ട് വരണം, അതൊന്ന് വളരണം. ആ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം നൽകുന്നതാണ് ബീജപത്രം. ബീജപത്രമാണ് അതുവരെയുള്ള ആഹാരം അവയ്ക്ക് നൽകുന്നത്, ആ ചെടിക്ക് നൽകുന്നത്, അല്ലെങ്കിൽ കോട്ടിലിഡോൺ. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് ബീജപത്രത്തിന്, പയറിന് എത്ര ബീജപത്രം ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ബീജപത്രം 2 എണ്ണം ഉണ്ട്. ഓക്കെ, ബീജപത്രം 2 എണ്ണം ഉണ്ട്. ഏകബീജപത്രവും ഉണ്ട്, ദ്വിബീജപത്രവും ഉണ്ട്. ക്ലിയർ ആയിട്ട് കേട്ടോണം. ഒന്ന് ഏകബീജപത്രവും, രണ്ടാമത്തത് ദ്വിബീജ ഘട്ടവും, മോണോകോട്ടിലിഡോണും അതേപോലെ തന്നെ ഡൈകോട്ടിലിഡോൺ. അങ്ങനെ ഏകബീജപത്രവും ഉണ്ട്, ദ്വിബീജപത്രവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകബീജപത്രം, ദ്വിബീജപത്രം നമുക്കറിയാം. ഏകബീജപത്രം എന്ന് പറഞ്ഞാൽ ഒരെണ്ണവേ കാണത്തുള്ളൂ അല്ലെ. ഒരു ബീജപത്രം, ദ്വിബീജപത്രം ആണെങ്കിൽ 2 എണ്ണം. അപ്പൊ ഇവിടെ നോക്കിയേ, പയറ് ചെടിക്കകത്ത ബീജപത്രം കണ്ടോ, ഇതാണ് ബീജപത്രം. അപ്പൊ ചോളത്തിലെ ബീജപത്രം, ഇത് കൊടുത്തേക്കുന്ന ചോളമാണ്. ചോളത്തിലെ ബീജപത്രം കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. ചോളത്തിലെ ബീജപത്രം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പയറ് വിത്തിലെ പോലെ 2 ബീജപത്രങ്ങൾ ചോളത്തിൽ കാണുന്നുണ്ടോ? ഇല്ല. ഇവിടെ നോക്കൂ, ഇവിടെ 2 ബീജപത്രം കാണുന്നുണ്ട് അല്ലെ. ഇങ്ങനെ 2 എണ്ണമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് എന്താണ്? ദ്വിബീജപത്രമാണ്. ദ്വിബീജപത്രം. അപ്പം ഇവിടെ പറയുന്ന കാര്യം, പയറ് വിത്തിന് 2 എണ്ണം ഉണ്ട് അല്ലെ, 2 ബീജപത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരെന്താണ്? ദ്വിബീജപത്രം എന്നാണ്. പക്ഷെ ചോളത്തിൽ അങ്ങനെ 2 ബീജപത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഏകബീജപത്രമാണ്. കണ്ടോ, ചോളത്തിൽ ഒരു ബീജപത്രം മാത്രമാണുള്ളത്. ഇനി ഈ ബീജപത്രത്തോട് ചേർന്ന് മറ്റൊരു സംഭവം കാണുന്നുണ്ട് അല്ലെ. ഈ ബീജപത്രത്തോട് ചേർന്ന് മറ്റൊരു സംഭവം കാണുന്നുണ്ട്, അതാണ് ബീജാനം എന്ന് പറയുന്നത്. ബീജാനം. എന്താണ് ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്നത്? ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്നത്
ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്നുകൂടെ പറയാം. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡോൺ എന്താണ്? സിമ്പിൾ ആയിട്ട് പറയാണേ. എന്താണ് കോട്ടിലിഡോൺ അല്ലെങ്കിൽ ബീജപത്രം എന്താണ്? സിമ്പിൾ ആയിട്ട് അറിയാണ്. വിത്ത് മുളച്ച് ഇലയുണ്ടാകും. നമുക്കറിയാം, ആദ്യം ഒരു ചെടി വരയ്ക്കാണ്. ആദ്യം ഒരു ചെടിക്ക് എന്ത് വരും? റൂട്ട് വരും അല്ലെ? ആ റൂട്ടിൽ നിന്ന് തണ്ട് വരും, വിത്തിൽ നിന്ന് റൂട്ട് വരും, അതിൽ നിന്ന് തണ്ട് വരും. ഇലയുണ്ടാകുന്നതിന് മുമ്പ് വരെ ഇത്രയും ഭാഗത്ത് ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്നത് ആരാണെന്നറിയാമോ? ബീജപത്രമാണ്. ക്ലിയർ ആയല്ലോ? ബീജപത്രമാണ്. ഇലയുണ്ടാകുന്നത് വരെ നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് നടന്ന് ഇലയ്ക്കകത്ത് വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത് ചെടികൾ. ഈ ഇല ഉണ്ടാകുന്നത് വരെ ആ ഒരു ഘടകങ്ങൾ ഇല്ലാതെ വരുമ്പോൾ, ഇല ഇല്ലാതെ വരുമ്പോൾ ആ ചെടിക്കുള്ള ഭക്ഷണം നൽകുന്നത് ആരാണ്? ബീജപത്രമാണ്. ഈ ബീജപത്രം രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഏകബീജപത്രവും, രണ്ടാമത്തത് ദ്വിബീജപത്രവും. ഏകബീജപത്രം അല്ലെങ്കിൽ മോണോകോട്ടിലിഡണും, ദ്വിബീജപത്രം അല്ലെങ്കിൽ ഡൈകോട്ടിലിഡണും. മോണോയും ഡൈയും. ഇനി നമുക്കറിയാം, ഏകബീജപത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബീജപത്രമേ കാണത്തുള്ളൂ. ദ്വിബീജപത്രം എന്ന് പറഞ്ഞാൽ 2 ബീജപത്രം കാണും. അതാണ് ഇവിടെ കണ്ടോ, ഈ പയർ ചെടിക്കകത്ത് 2 എണ്ണം കണ്ടോ? 2 ബീജപത്രമാണുള്ളത് അല്ലെ? 2 ബീജപത്രമാണുള്ളത്. അപ്പൊ ഇതിനെ എന്ത് പറയും? ഇതെന്തായിരിക്കും? ഇത് ദ്വിബീജപത്രമാണ്. ദ്വിബീജപത്രമാണ്. ഇനി ചോളം നോക്കിയേ. ചോളത്തിനകത്ത് ഒരു ബീജപത്രമേ ഉള്ളൂ അല്ലെ? ഒരു ബീജപത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് ഏകബീജപത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോളത്തിനകത്ത്, ഏകബീജപത്രത്തിനകത്ത് മറ്റൊരു സംഭവം കൂടി നമ്മൾ കണ്ടു. അതാണ് ബീജാനം. എന്താണ് ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്നത്? ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്നത് ഒരു ബീജപത്രം മാത്രമുള്ള ഏകബീജപത്രമായ സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ഈ ബീജാനത്തിൽ നിന്നാണ്. ക്ലിയർ ആയോ? ഏകബീജപത്രം ഉള്ള സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കോട്ടിലിഡോൺ, ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾക്ക് വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജാനത്തിൽ നിന്നാണ്. ക്ലിയർ ആയോ? അപ്പം ബീജാനം എന്താണ്? ബീജാനം അപ്പൊ എവിടാ കാണുന്നത്? ഏകബീജപത്രങ്ങളുള്ള സസ്യങ്ങളിലാണ് ബീജാനം കാണപ്പെടുന്നത്. ബീജാനം എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ചില ഉണ്ടാകുന്നത് വരെ ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ്. അന്നം, ബീജാന്നം അങ്ങനെ ഓർത്താൽ മതി. അന്നം നൽകുന്നത് ബീജാനമാണ്. എൻഡോസ്പേം. ക്ലിയർ ആയോ? അത്രയും കാര്യം ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, വിത്ത് മുളയ്ക്കൽ നമ്മൾ ഇത് മുമ്പ് പറഞ്ഞാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? വിത്ത് കുതിർന്ന് പുറംതോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തേക്ക് വരുന്നു. ബീജമൂലം ചെടിയുടെ എന്തായിട്ട് മാറുന്നു? വേരായിട്ട് മാറുന്നു. അതേപോലെ തന്നെ ബീജശീർഷം എന്തായിട്ട് മാറുന്നു? തണ്ടും ഇലയുമായിട്ട് മാറുന്നതാണ് ബീജശീർഷം എന്ന് പറയുന്നത്. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ സീഡ് ജെർമിനേഷൻ അല്ലെങ്കിൽ ബീജാങ്കുരണം അങ്ങനെ ഒരു പേരിലൂടെ പഠിച്ചു വെച്ചോളുക. ഇത് ചോദിച്ചാൽ അറിയാലോ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? അങ്ങനെയാണെങ്കിൽ അടുത്തൊന്ന് നോക്കിയേ. എല്ലാ സസ്യങ്ങളുടെയും വിത്തിൽ നടിയിൽ വസ്തുക്കളായി ഉപയോഗിക്കുന്നത്, എല്ലാ വസ്തുക്കളുടെയും അല്ലെങ്കിൽ എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ നടിയിൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്? ആണോ? എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ ഉപയോഗിക്കുന്നത്? നോക്കി, ചെമ്പരത്തി. നമുക്കറിയാം ചെമ്പരത്തിയുടെ കാണ്ഡമാണ് എടുക്കുന്നത് അല്ലെ? കാണ്ഡം അല്ലെങ്കിൽ ആ ഒരു തണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നടുന്നത് അല്ലെ? കാണ്ഡമാണ്, ചെമ്പരത്തിയുടെ കാണ്ഡമാണ് നമ്മൾ നടുന്നത്. നമ്മൾ നട്ടിട്ടുണ്ട്, നടുന്നത് കാണ്ഡമാണ്. നിശാഗന്ധി എടുക്കുകയാണെങ്കിൽ നിശാഗന്ധിയുടെ ഇലയാണ് നടുന്നത്.
ഇലമുളച്ചിയാണെങ്കിലോ ഇലമുളച്ചിയുടെയും ഇലയാണ് നടുന്നത്. ഇനി കൃഷ്ണകിരീടം ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണകിരീടത്തിന്റെ എന്താണ് നമ്മൾ നടുന്നത്? വേരാണ് കേട്ടോ. കൃഷ്ണകിരീടത്തിന്റെ വേരാണ് നമ്മൾ നടുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ എല്ലാം വിത്തുകളാണോ നമ്മൾ നട്ടേക്കുന്നേ? അല്ല. ചിലതിന്റെ കാണ്ഡം നടും, ചിലതിന്റെ വേര് നടും, ചിലതിന്റെ ഇല നടും, അല്ലേ? ചിലതിന്റെ തണ്ട് നടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ നടുന്നത്. റോസാ കമ്പ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് കിളിക്കും? റോസ കിളിച്ചു വരും. അല്ലാതെ അതിന്റെ വിത്താണ് നമ്മൾ കൊണ്ട് നടുന്നേ? അല്ല. അപ്പൊ ഓരോന്നിന്റെയും പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ നട്ട് ആ ഒരു സസ്യം വളർത്തുന്നത്. അങ്ങനെ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ, ക്ലിയർ ആണല്ലോ, സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ വളർത്തുന്നതിനെ അല്ലെങ്കിൽ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒന്ന് ഓർത്തിരിക്കുക, നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ്? സസ്യങ്ങളിലെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എന്താണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നത്? ക്ലിയർ ആയേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, സസ്യങ്ങളുടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണ്? സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു പോർഷൻ ആണ് സീഡ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ വിത്ത് വിതരണം. നമുക്കറിയാം, നമ്മൾ ഇവിടെ കണ്ട ചെടി ചിലപ്പോൾ തൊട്ടപ്പുറത്ത് കിളിച്ചിരിക്കുന്നതാണ്. നമ്മൾ നട്ടിട്ടൊന്നും കാണത്തില്ല, പക്ഷെ അപ്പുറത്ത് കിളിച്ചിരിക്കുന്നതാണ് അല്ലെ. നമ്മൾ അങ്ങനെ നടുന്ന ഒരു ചെടി ഉണ്ടല്ലോ, അല്ലെ, പൊട്ടിത്തെറിച്ച് വരുന്ന ഒരു ചെടി, ഒരു മഞ്ഞ കളർ ചെടി അല്ലെ. അപ്പൊ അത് നമ്മൾ ഒരിടത്ത് നട്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാം ആ ഒരു ചെടി കിളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ള ചെടികള് എങ്ങനെയായിരിക്കും കിളിച്ചു വരുന്നേ? നമുക്കത് അറിയണം അല്ലെ. അപ്പൊ മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. എന്താണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ? മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, എങ്ങനെയായിരിക്കും ഈ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? അതിന് പല മാർഗങ്ങളുണ്ട് അല്ലെ. ഒന്ന്, കാറ്റിലൂടെ. കാറ്റ് വഴി നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തുന്നുണ്ട്. രണ്ടാമത് നമുക്ക് പറയുകയാണെങ്കിൽ ജലം വഴി അല്ലെ, ജലം വഴി എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ജന്തുക്കൾ വഴി എത്തുന്നുണ്ട്, ജന്തുക്കൾ വഴി എത്തുന്നുണ്ട്. അതേപോലെ തന്നെ പൊട്ടിത്തെറിച്ചെത്തുന്നുണ്ട് അല്ലെ, പൊട്ടിത്തെറിച്ച് വളരുന്നത് ഉണ്ട്. അപ്പൊ ഒന്ന് നോക്കി, ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആണ്. കാറ്റിലൂടെ പടരുന്ന അല്ലെങ്കിൽ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ചെടികളുണ്ട്. കാറ്റിലൂടെ അല്ലെ, കാറ്റിലൂടെ ദാ ഇവിടെ ആ പടം കൊടുത്തേക്കുന്നുണ്ടോ? അപ്പൂപ്പൻ താടി. അപ്പൂപ്പൻ താടി എങ്ങനെയാണ്? കാറ്റിലൂടെയാണ് വിത്ത് വിതരണം അല്ലെ. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ചെടിയാണ് അപ്പൂപ്പൻ താടി. അപ്പൂപ്പൻ താടി മാത്രമേ ഉള്ളൂ. മഹാഗണി കേട്ടോ. മഹാഗണി എങ്ങനെയാണെന്ന് അറിയാമോ? മഹാഗണിയും കാറ്റിലൂടെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. അപ്പൊ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് കാറ്റിലൂടെ നടക്കുന്നതിൽ ഒന്ന് ഏതാണ്? ഒന്ന് അപ്പൂപ്പൻ താടി, രണ്ടാമത്തത് മഹാഗണി. അപ്പൂപ്പൻ താടിയും മഹാഗണിയും എങ്ങനെയാണ്? കാറ്റിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നതാണ്. ഇനി രണ്ടാമത്തത് വെണ്ട. വെണ്ട നോക്കിയേ, വെണ്ട എങ്ങനെയാണ്? വെണ്ട പൊട്ടിത്തെറിച്ചുണ്ടാകുന്നതാണ് അല്ലെ. വെണ്ട എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ചാണ് വെണ്ട. അപ്പൊ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന വെണ്ട മാത്രമേ ഉള്ളൂ? അല്ല, കാശിത്തുമ്പ. കാശിത്തുമ്പ. അതേപോലെ തന്നെ റബ്ബർ. റബ്ബർ എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ച്. പൊട്ടിത്തെറിച്ച് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പല ഭാഗങ്ങളിൽ വിത്തുകൾ ഉണ്ടാകുന്നതാണ് വെണ്ട, കാശിത്തുമ്പ, റബ്ബർ എന്നിവയെല്ലാം. അടുത്ത മൂന്ന് നോക്കിയേ, തെങ്ങ്. തെങ്ങ് എങ്ങനെയാണെന്ന് അറിയാമോ? ജലത്തിലൂടെയാണ്, ജലം വഴിയാണ്. ജലത്തിലൂടെ അല്ലെങ്കിൽ ജലം വഴിയാണ്, ജലത്തിലൂടെ. ജലത്തിലൂടെ അപ്പൊ ഏതൊക്കെയാണ്? തെങ്ങ് അല്ലെ. തെങ്ങ് എങ്ങനെയാണ്? ജലത്തിലൂടെയാണ്. താമര. താമര. അതേപോലെ തന്നെ ആമ്പൽ. ആമ്പലൊക്കെ എങ്ങനെയാണ്? ജലത്തിലൂടെ
സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നതാണ് അല്ലെ. വിത്ത് വിതരണം ജലത്തിലൂടെ നടത്തുന്നതാണ് തെങ്ങ്, താമര, ആമ്പൽ. അതാണ് നമ്മൾ മിക്കവാറും നോക്കിക്കഴിഞ്ഞാല് ഈ ജലാശയങ്ങളുടെ രണ്ട് സൈഡിലും എന്തായിരിക്കും? തെങ്ങുകളായിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് ജലത്തിലൂടെയാണ് ഇതിന്റെ വിത്ത് വിതരണം എന്നതുകൊണ്ടാണ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ജന്തുക്കൾ വഴി. ജന്തുക്കൾ വഴി ഏതൊക്കെയാണ്? പേര ജന്തുക്കൾ വഴിയാണ്. അതേപോലെ തന്നെ പ്ലാവ്, അസ്ത്രപ്പുല്ല്, പ്ലാവും അസ്ത്രപ്പുല്ലും അതേപോലെ തന്നെ മാങ്ങ എന്നിവയെല്ലാം എങ്ങനെയാണ്? മിക്കവാറും ഉള്ള ഫ്രൂട്ട്സ് എല്ലാം എങ്ങനെയാണ്? ജന്തുക്കൾ വഴിയാണ് ഈ ഒരു വിത്ത് വിതരണം നടക്കുന്നത്. അപ്പൊ 4 രീതിയിലുള്ള വിത്ത് വിതരണമാണ് നമ്മൾ പറഞ്ഞത്. 1 കാറ്റിലൂടെയുള്ള വിത്ത് വിതരണം, 2 പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന വിത്ത് വിതരണം, 3 ജലത്തിലൂടെയുള്ള വിത്ത് വിതരണം, 4 ജന്തുക്കൾ വഴിയുള്ള വിത്ത് വിതരണം. കാറ്റിലൂടെയുള്ള വിത്ത് വിതരണത്തിനകത്ത് ഉദാഹരണമാണ് അപ്പൂപ്പൻ താടിയും മഹാഗണിയും. 2 പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന വിത്ത് വിതരണത്തിന് ഉള്ള ഉദാഹരണമാണ് വെണ്ട, കാശിത്തുമ്പ, റബ്ബർ. 3ാമത്തെ ജലത്തിലൂടെയുള്ള വിത്ത് വിതരണം തേങ്ങ, ആമ്പൽ, താമര എന്നിവയെല്ലാം. ജന്തുക്കളിലൂടെയുള്ള വിത്ത് വിതരണമാണ് പേര, മാങ്ങ, ചക്ക, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇതാണ് നമ്മൾ അസ്ത്രപ്പുല്ല് പറഞ്ഞായിരുന്നു അല്ലെ. അസ്ത്രപ്പുല്ലും അതേപോലെ തന്നെ കടലാടിയും ഓക്കെ, കടലാടിയും അസ്ത്രപ്പുല്ലും ഇത് രണ്ടും ജന്തുക്കളിലൂടെയാണ് ആ ഒരു വിത്ത് വിതരണം നടത്തുന്നത്. ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. ഇത് രണ്ടും ഈ ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചതിന് ശേഷം വിത്ത് വിതരണം നടത്തി അവിടെയെല്ലാം കിളിച്ചു വരുന്ന സസ്യങ്ങളാണ്, വളർന്നു വരുന്ന സസ്യങ്ങളാണ് കടലാടിയും അസ്ത്രപ്പുല്ലും. ഓർത്തിരിക്കുക. ഏത് വഴിയാണ്? ജന്തുക്കൾ വഴി കേട്ടോ. ജന്തുക്കൾ വഴി സസ്യ വിത്ത് വിതരണം നടത്തുന്ന 2 കടലാടിയും അസ്ത്രപ്പുല്ലും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കി, എന്തിനാണ് ഈ വിത്ത് വിതരണം അല്ലെ? നമുക്കറിയണം എന്തിനാണ് ഈ വിത്ത് വിതരണം ഒക്കെ നടക്കുന്നത്. എന്തിനായിരിക്കും? ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണു മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെ. ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അവിടെ തന്നെയാണ് വളർന്ന് കിളിക്കുന്നതെങ്കിൽ ആ ഒരു സസ്യത്തിന് വളരാൻ ആവശ്യമായ മണ്ണ്, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായി അതിന് മാത്രം ലഭിക്കുമോ? ഇല്ല. ബാക്കിയുള്ള സസ്യങ്ങളെല്ലാം അത് വലിച്ചെടുക്കും. അപ്പം അതുകൊണ്ടാണ് വിത്ത് വിതരണം ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിരിക്കുന്നത്. അതേപോലെ തന്നെ വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും എന്തുകൊണ്ടാണ്? ഈ വിത്ത് വിതരണം കൊണ്ടാണ് അല്ലെ. ഒരു വിത്ത് വിതരണം നടന്നില്ലെങ്കിൽ ആ ഒരു സസ്യം അവിടെ മാത്രമേ, ആ ഒരു പ്രദേശത്ത് മാത്രമേ കാണത്തുള്ളൂ അല്ലെ. ബാക്കി പ്രദേശങ്ങളൊന്നും കാണത്തില്ല. അപ്പൊ ഈ വിത്ത് വിതരണം ഉണ്ടായത് കൊണ്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും. ക്ലിയർ ആയല്ലോ? അപ്പൊ വിത്ത് വിതരണം എന്തിനാണെന്ന് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ റെഗുലർ ബാച്ചിലെ വീഡിയോ ക്ലാസ്സസ്, മൈക്രോ നോട്ട്സ്, PDF നോട്ട്സ്, മാജിക് മന്ത്ര എന്നിവയുണ്ട്. ദെൻ 9 മണിക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോൾ വർക്കൗട്ട് എക്സാം ഉണ്ട്. എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. 2 ഇലകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അല്ലെ. 2 ഇലകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഒരു ഇല ദാ ഇങ്ങനാണ് അതിന്റെ ആ ഒരു എന്താ നമ്മൾ അതിന് പറയാ, സിര. ഓക്കെ, നമ്മൾ അതിന്റെ പേര് തന്നെ അങ്ങ് പറയാണ്, സിര പോയേക്കുന്നത്. ഒരെണ്ണത്തിന്റെ സിര കണ്ടോ, ഇങ്ങനാണ് പോയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ സിര എന്ന് പറയുന്നത്? എന്താണ് സിര? നമുക്കറിയാം ഇലകളാണല്ലോ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പം ഇലകൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ ഇലകളിലേക്ക് എന്ത് നൽകണം? ജലം നൽകണം അല്ലെ. ഇലകളിലേക്ക് ജലം എത്തിക്കണം. അതേപോലെ തന്നെ ഈ ആഹാരം എന്ത് ചെയ്യണം? സസ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊടുക്കുകയും വേണം. ആഹാരം. അങ്ങനെയെങ്കിൽ ഈ പണി ചെയ്യുന്നത് ആരാണ്? ഇലകളില്ലാത്ത ആരാണ്? സിരകളാണ് ഈ ഒരു കർത്തവ്യം ചെയ്യുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലകളിൽ നിന്ന് ആഹാരം കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇലയിലെ ഭാഗമാണ് സിര എന്നത്. അപ്പൊ സിര എന്താണെന്ന് ക്ലിയർ ആയോ? ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും
ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഏത് ഭാഗം വഴിയാണ്? സിര വഴിയാണ്, സിരയിലൂടെയാണ്. ഇവയാണ് എന്ത്? ഇലയിലെ സിരകൾ എന്ന് പറയുന്നത്. ഇനി നോക്കി, ഈ രണ്ട് ചിത്രം കൊടുത്തിരിക്കുന്നു. ഈ രണ്ട് ചിത്രത്തിലെ സിര വിന്യാസം അല്ലെങ്കിൽ സിര അടുക്കി വെച്ചിരിക്കുന്നത് ഒരുപോലെയാണോ? അല്ല, അല്ലെ? ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയേ, ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയായിട്ടാണ് കാണുന്നത്, അല്ലെ? മധ്യഭാഗത്ത് നിന്ന് അഗ്രഭാഗത്തേക്ക്. ഇപ്പൊ ഒരു ഇല എടുക്കുകയാണ് എങ്കിൽ, ഒരു ഇല ഞാൻ വരയ്ക്കാണ്, ആ ഇലക്കകത്ത് ഈ ഈ നടുക്കു ഭാഗത്ത് നിന്ന് അഗ്രഭാഗത്തേക്കാണ് ആ ഒരു സിരാവിന്യാസം പോയേക്കുന്നത്, അല്ലെ? അങ്ങനെയല്ലേ പോയേക്കുന്നത്? ആണല്ലോ, അങ്ങനെയാണ് പോയേക്കുന്നത്, അല്ലെ? അപ്പം ഇങ്ങനെയുള്ള അതിൽ നിന്നും പുറപ്പെട്ട അനേക ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണികൾ പോലെ കിടക്കുന്നു. ഇതാണ് ജാലികാ സിരാവിന്യാസം അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത്. ജാലികാ സിരാവിന്യാസം. അപ്പൊ ജാലികാ സിരാവിന്യാസം എന്താണ്? ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്നു, അല്ലെ? മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയാണ്. ഈ ശാഖകൾ, ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ ഇവിടെ കണ്ടില്ലേ? വലക്കണ്ണികൾ പോലെ കിടക്കുന്ന കണ്ടില്ലേ? ഈ വലക്കണ്ണികൾ പോലെ കിടക്കുന്നതാണ് ജാലികാ സിരാവിന്യാസം അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് വിനേഷൻ. ജാലികാ സിരാവിന്യാസം. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിയേ, അതിനകത്ത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? നോക്കൂ, അതിനകത്ത് ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ സമാന്തരമായിട്ടാണ്, അല്ലെ? ആ ശാഖകൾ അല്ലെങ്കിൽ ആ ഒരു സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായിട്ട് അഗ്രഭാഗത്തെത്തി നിൽക്കുകയാണ്, അല്ലെ? പരസ്പരം കൂട്ടിമുട്ടാതെ താഴേന്ന് മുകളിലോട്ട് നിൽക്കുകയാണ്, ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണല്ലേ? ഇലയുടെ അടിത്തട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ സമാന്തരമായിട്ട് നിൽക്കുകയാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് സമാന്തര സിരാവിന്യാസം. സമാന്തര, പേരിനകത്ത് തന്നെ ഉണ്ട്, സമാന്തരമായിട്ട് പോവാണ്, അതാണ് സമാന്തര സിരാവിന്യാസം. അപ്പൊ രണ്ടെണ്ണമാണ് പഠിച്ചത്. ഒന്ന് ജാലികാ സിരാവിന്യാസം, രണ്ടാമത്തത് സമാന്തര സിരാവിന്യാസം. എന്താണ് ജാലികാ സിരാവിന്യാസം എന്ന് നമ്മൾ പറഞ്ഞത്? ക്ലിയർ ആയിട്ട് നോക്കിക്കോളൂ. ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിര, അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകളുണ്ട്, വലക്കണ്ണികൾ പോലെ ഇവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതാണ് ജാലികാ സിരാവിന്യാസം. ഇനി എന്താണ് സമാന്തര സിരാവിന്യാസം അല്ലെങ്കിൽ പാരലൽ വിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്? ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായിട്ട് അഗ്രഭാഗത്തേക്ക്, ഇതാണ് ഇലഞ്ഞെട്ട്. ഈ ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗത്തേക്ക് എങ്ങനെ പോന്നു? സമാന്തരമായിട്ട് പോകുന്ന ആ ഒരു സിരാവിന്യാസമാണ് സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അപ്പൊ നോക്കിയേ, ജാലികാ സിരാവിന്യാസം കണ്ടോ? ജാലികാ സിരാവിന്യാസം എങ്ങനെയാണ്? ഇലഞ്ഞെട്ടിന്റെ നടുക്ക് ഭാഗത്ത് നിന്ന് എങ്ങോട്ട് പോന്നു? അഗ്രഭാഗത്തേക്ക് പോന്നു. ഇനി സമാന്തര സിരാവിന്യാസം ആണെങ്കിൽ ഇലഞ്ഞെട്ടിൽ നിന്ന് പരസ്പരം കൂട്ടിമുട്ടാതെ സമാന്തരമായിട്ട് അഗ്രഭാഗത്തേക്ക് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമാന്തര സിരാവിന്യാസം. ഇവിടെ ജാലികാ സിരാവിന്യാസത്തിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എന്ത്? പ്ലാവ്. അതേപോലെ തന്നെ സമാന്തര സിരാവിന്യാസത്തിന് ഉദാഹരണമാണ് മുള. കൂടുതൽ ഉദാഹരണം നമ്മൾ പഠിക്കും. ജാലികാ സിരാവിന്യാസത്തിന് ഒരു ഉദാഹരണം പ്ലാവാണ്, സമാന്തര സിരാവിന്യാസത്തിന് ഒരു ഉദാഹരണം ഏതാണ്? മുളയാണ്. അതേപോലെ തന്നെ ജാലികാ സിരാവിന്യാസം മാവിന്റെ ഇല നമ്മൾ കണ്ടിട്ടില്ലേ? ഏതാണത്? ജാലികാ സിരാവിന്യാസമാണ്, അല്ലെ? അതേപോലെ തന്നെ സമാന്തര സിരാവിന്യാസം നമ്മൾ പറഞ്ഞു മുള. നെല്ലൊക്കെ എങ്ങനെയാണ്? നെല്ലൊക്കെ സമാന്തര സിരാവിന്യാസമാണ് കേട്ടോ. നെല്ല്, മുള എന്നിവയെല്ലാം സമാന്തര സിരാവിന്യാസമാണ്. പ്ലാവ്, മാവ് തുടങ്ങിയവയെല്ലാം ജാലികാ സിരാവിന്യാസമാണ്. ഇനി നോക്കിയേ, ഇലകളിലുള്ള സിരാവിന്യാസവും അവയുടെ വേരിന്റെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഉണ്ടോ ഇല്ലേ? ഉണ്ട് കേട്ടോ. ജാലികാ സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസമുള്ള ഇലകളുടെ റൂട്ടുകൾക്കും ആ ഒരു
വ്യത്യാസം ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത് നോക്കി. ഇവിടെ പ്ലാവിന്റെയും പുൽച്ചെടിയുടെയും വേര് കണ്ടോ. പ്ലാവിന്റെ പുൽച്ചെടി എങ്ങനെയാണ് വന്നേക്കുന്നത്? ഒരു വേര് വന്നു, ആ വേരിൽ നിന്നാണ് മറ്റു വേരുകൾ പുറപ്പെടുകയാണ് അല്ലെ. മറ്റേത് എങ്ങനെയാണ്? ഒരു വേരുകൾ ഇങ്ങനെ അങ്ങ് കുറെ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പൊ നോക്കിയേ, അതെങ്ങനെയാണ് വരുന്നത്? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വലിയുന്ന ഒരു താഴ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖകളും ചേർന്ന് കാണപ്പെടുന്ന വേര് പടലമാണ് താഴ്വേര് പടലം. താഴ്വേര് പടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണ്? ക്ലിയർ ആയോ? ഒരു കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു താഴ്വേര്. ഇവിടെ കണ്ടോ, താഴോട്ട് വളരുന്ന ഒരു താഴ്വേരുണ്ട്, അതിൽ നിന്ന് എന്തുണ്ട്? ശിഖരങ്ങളുണ്ട് അല്ലെ. അതിൽ നിന്ന് ശിഖരങ്ങളുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു താഴ്വേരും അതിൽ വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേര് പടലമാണ് താഴ്വേര് പടലം. അപ്പം മാവ്, പ്ലാവ് എന്നിവയെല്ലാം എന്താണ്? താഴ്വേര് പടലമാണ്. ഇനി കാണ്ഡത്തിന്റെ ചുവട്ടിൽ വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേര് പടലമാണ് നാരുവേര് പടലം. നാരുവേര് പടലം, ഇത് കണ്ടോ, നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നോക്കേ, ഓർക്കാൻ എളുപ്പമാണ്. ഇത് കുറെ നാരായിട്ട് അങ്ങ് കിടക്കുകയാണ് അല്ലെ. കുറെ കട്ടിയായിട്ട് കുറെ ഇതളായിട്ടൊക്കെ അങ്ങ് നാരായിട്ട് കിടക്കുകയാണ്. അപ്പം കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേര് പടലമാണ് എന്തെന്ന് പറയുന്നത്? നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഓർക്കേണ്ട കാര്യം, ഇവിടെ ഒരു താഴ്വേരുണ്ടല്ലേ. ഇതാണ് താഴ്വേര്. ഇതാണ് എന്ത്? താഴ്വേര് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പിന്നെ എന്തുണ്ടാകുന്നു? കുറെ ശാഖകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതെന്തായി? താഴ്വേര് പടലമായി. ഇതെന്തായി? താഴ്വേര് പടലമായി. താഴ്വേര് പടലം. ഇനി അതല്ല, നാരുകൾ പോലെയുള്ളതാണ് എങ്കിൽ അതെന്താണ്? നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പൊ നോക്കിയേ, സിമ്പിൾ ആയിട്ട് പറയാണ്, ഈ ഒരു പേജിൽ നിന്ന് തന്നെ നമ്മൾ അതിന് ഉത്തരം കണ്ടെത്താണ്. ഇവിടെ നോക്കിയേ, പ്ലാവ് അല്ലെ. പ്ലാവ് എന്താണ്? താഴ്വേര് പടലമാണ് അല്ലെ. ഇതേപോലെ ഒരു ബ്രാഞ്ചിൽ നിന്ന് അതിന്റെ ഒത്ത നടുക്ക് നിന്ന് അഗ്രഭാഗം വരെ പോകുന്നത് എന്തായിരുന്നു? ആ ഇലയെ നമ്മൾ പറഞ്ഞത് ജാലിക ശിരാവിന്യാസമുള്ള ഇലകൾ എന്നാ പറഞ്ഞത്. ജാലിക ശിരാവിന്യാസം. ഇവിടെ നോക്കിയേ, ഇതെങ്ങനെയാ പോകുന്നത്? ഈ റൂട്ട് സമാന്തരമായിട്ട് അങ്ങ് പോവാണ് അല്ലെ. സമാന്തരമായിട്ട്, ഓർക്കാൻ എളുപ്പത്തിനാണ്, സമാന്തരമായിട്ട് അങ്ങനെ പോവാണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ നാരുവേര് പടലം എന്തായിരിക്കും? സമാന്തര ശിരാവിന്യാസമാണ്. അപ്പൊ ഒരു ചെടി എടുക്കുകയാണെങ്കിൽ അതിന്റെ റൂട്ട് സിസ്റ്റം താഴ്വേര് പടലമാണ് അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് എങ്കിൽ അതിന്റെ ഇല ഏത് ശിരാവിന്യാസമായിരിക്കും? ജാലിക ശിരാവിന്യാസമായിരിക്കും. രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി ബീജപത്രമൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ താഴ്വേര് പടലമാണ് ഒരു സസ്യത്തിനുള്ളത് എങ്കിൽ അതിന്റെ ഇല ജാലിക ശിരാവിന്യാസമായിരിക്കും. ഇനി അല്ല, ഒരു റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ നാരുവേര് പടലമാണ് എങ്കിൽ അതിന്റെ ശിരാവിന്യാസം സമാന്തര ശിരാവിന്യാസമായിരിക്കും. സമാന്തര ശിരാവിന്യാസമായിരിക്കും. ഇനി ഇവിടെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു പോവാണ്. താഴ്വേര് പടലവും സമാന്തര ശിരാവിന്യാസമല്ല ജാലിക ശിരാവിന്യാസമാണ് എങ്കിൽ, താഴ്വേര് പടലവും ജാലിക ശിരാവിന്യാസവുമാണ് എങ്കിൽ, ക്ലിയർ ആയോ? അത് ദ്വിബീജപത്രമായിരിക്കും. ദ്വിബീജപത്രമായിരിക്കും. ദ്വിബീജപത്രം. ക്ലിയർ ആയല്ലോ? താഴ്വേര് പടലമാണ്, ജാലിക ശിരാവിന്യാസമാണ് എങ്കിൽ അതെന്താണ്? ദ്വിബീജപത്രമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പപ്പായ, റോസ്, തുളസി എന്നിവയെല്ലാം എന്താണ്? ദ്വിബീജപത്രമാണ്. മാവ്, പ്ലാവ് എന്നിവയെല്ലാം ദ്വിബീജപത്രമാണ്. അപ്പം ദ്വിബീജപത്രം എങ്ങനെയാണ് വരുന്നത്? താഴ്വേര് പടലമായിരിക്കും,
ജാലികാ ശിരാവിന്യാസമായിരിക്കും. അതിന്റെ ബീജപത്രം ദ്വിബീജപത്രമായിരിക്കും. ഇനി നാരുവേര് പടലമാണെങ്കിൽ അതിന്റെ ജാലികാ ശിരാവിന്യാസം സമാന്തര ശിരാവിന്യാസമായിരിക്കും. ശിരാവിന്യാസം സമാന്തര ശിരാവിന്യാസമായിരിക്കും അല്ലെ. നാരുവേര് പടലമാണെങ്കിൽ ശിരാവിന്യാസം എന്തായിരിക്കും? സമാന്തര ശിരാവിന്യാസമായിരിക്കും. അപ്പം ഇതിന്റെ ബീജപത്രം ഏതാണെന്നറിയാമോ? ഏകബീജപത്രമായിരിക്കും. ഏകബീജപത്രം. ഓർക്കാൻ എളുപ്പത്തിൽ അങ്ങ് പറയാണ്. നോക്കിയേ, നാര് പോലെ വരുമ്പം അത് ഒറ്റ സൈഡിൽ നിന്നല്ലേ ഈ നാര് പോലെ പോകുന്നത്? ഒറ്റ സൈഡിൽ നിന്നാണ്. മറ്റേത് എങ്ങനെയാണ്? ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് അങ്ങ് പോവുകയാണ് അല്ലെ. ഇവിടെ ഒറ്റയ്ക്കകത്തു നിന്നാണ് ഈ നാര് പോലെ അങ്ങ് പോകുന്നത്. അപ്പൊ അത് ഏകബീജപത്രം. അങ്ങനെ ഓർത്താൽ മതി. അപ്പം ഓർക്കാൻ എളുപ്പമാണ്. ഒന്നുകൂടെ പറയാണ്, നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണെങ്കിൽ ശിരാവിന്യാസം സമാന്തര ശിരാവിന്യാസം. ഓർക്കാൻ എളുപ്പമാണ്. നാര് പോലെ പോന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബീജപത്രം ഏകബീജപത്രം. ഇനി അതല്ല, താഴ്വേര് പടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് എങ്കിൽ അതിന്റെ ശിരാവിന്യാസം ജാലികാ ശിരാവിന്യാസം ഏതായിരിക്കും? ദ്വിബീജപത്രമായിരിക്കും. ദ്വിബീജപത്രം. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെങ്കിൽ ഞാൻ ഇവിടോട്ട് അത് ഒന്ന് നോക്കൂ. നമുക്ക് ഇങ്ങോട്ടൊന്ന് പറയാം. ഓക്കെ, ഇവിടോട്ടൊന്ന് പറയാണ്. ആ ഒരു ഏരിയ നമ്മളൊന്ന് പറയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏകബീജപത്രം, ദ്വിബീജപത്രം, അതേപോലെ ജാലികാ ശിരാവിന്യാസം, അതേപോലെ തന്നെ മറ്റൊരെണ്ണം പറഞ്ഞത് സമാന്തര ശിരാവിന്യാസം. അതെങ്ങനെയാണ് വരുന്നത് അല്ലെ? ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒന്ന് നോക്കി, ഒന്നുകൂടെ പറയാണ്, സിമ്പിൾ ആയിട്ട് പറയാണ്. ആദ്യം നമ്മൾ അതിനകത്ത് ഇവിടോട്ടൊന്ന് നമ്മൾ പറയാണ്. നോക്കിക്കോളൂ, ടാപ്പ് റൂട്ട് സിസ്റ്റം. ഞാൻ ഒരു ടാപ്പ് റൂട്ട് ഇവിടെ വരയ്ക്കാണ്. ഒരു ബ്രാഞ്ച്, അതിൽ നിന്ന് പല ശിഖരങ്ങൾ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ പറഞ്ഞ എന്തെന്ന് പറയുന്നത്? ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ താഴ്വേര് പടലം. ഓക്കെ ആണ്, താഴ്വേര് പടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇനി ഇതിന്റെ ഇല പറയാണ്. ഇതിന്റെ ഇല എങ്ങനെയാണ്? ഇതിന്റെ ഇല എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഇതിന്റെ ഇല നടുക്കുന്ന് അതിന്റെ അഗ്രഭാഗത്തോട്ട് പോവാണ്. ഇത് ഏത് ടൈപ്പിലുള്ള ഇലയാണ്? ജാലികാ ശിരാവിന്യാസമാണ്. ജാലികാ ശിരാവിന്യാസം. ഇനി നമ്മൾ പറയുന്നത് ഇതിന്റെ ബീജപത്രമാണ്. ഇതിന്റെ ബീജപത്രം ഏതായിരിക്കും? ദ്വിബീജപത്രമാണ്. ദ്വിബീജപത്രം. ഇനി ദ്വിബീജപത്രം ഉള്ളതിന്റെ ഉദാഹരണം ഏതൊക്കെയാണ്? നമുക്കറിയാം, റോസ് അല്ലെ. റോസ്, അതേപോലെ തന്നെ തുളസി, മാങ്ങ, പ്ലാവ് എന്നിവയെല്ലാം എന്താണ്? ദ്വിബീജപത്രമാണ്. ഉദാഹരണവും പഠിച്ചു. ഇനി രണ്ടാമത്തെ നമ്മൾ പറയുന്നു, വീണ്ടും നമ്മൾ പറയുന്നു എന്ത്? നാരുവേര് പടലം. എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലെ. നാഴ്വേര് പടലം എങ്ങനെയാണ്? ഇങ്ങനെയാണ്. നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഈ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിന്റെ ഇല എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? സമാന്തര ശിരാവിന്യാസമാണ് അല്ലെ. സമാന്തരമായിട്ട് അതിന്റെ ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ പരസ്പരം കൂട്ടിമുട്ടാതെ സമാന്തരമായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് സമാന്തര ശിരാവിന്യാസമാണ്. അപ്പൊ ഇതിനകത്തെ ബീജപത്രം ഏതാണ്? ഇതിന്റെ ബീജപത്രം ഏതാണ്? ഏകബീജപത്രമാണ്. ഏകബീജപത്രത്തിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? പുൽച്ചെടി, നെല്ല്, മുള എന്നിവയെല്ലാം എന്തായിരിക്കും? ഏകബീജപത്രമായിരിക്കും. വാഴ, ഇതെല്ലാം ഏകബീജപത്രമാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴേട്ട് വളരുന്ന ഒരു താഴ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് താഴ്വേര് പടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം. ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ള? അല്ല, ഇതിൽ നിന്നും ഒരുപാട് വേരുകളുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് വേരുകളുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം.
സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര്, പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര്, സ്റ്റിൽറ്റ് റൂട്ട്, പറ്റുവേര്, ക്ലിങ്ങിങ് റൂട്ട് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേക തരം വേരുകളാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂനോട്രോപ്സ്. ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നതിന് കൊണ്ടാണ് ഇതിനെ ശ്വസന വേരെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഓരോ വേരുകളും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കാരണം ഈ ഓരോ വേരുകളും എന്ത് കൊടുത്തിട്ടുണ്ട്, SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കേ, തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. അതാണെന്ത്? താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെ. അപ്പൊ എന്താണ് താങ്ങുവേര് എന്ന് പറയുന്നത്? നമുക്കറിയാം ആൽമരം അല്ലെ. ആൽമരത്തിന്റെ എങ്ങനെയാണ് ആ ശിഖരങ്ങൾ വരുന്നത്? മുകളിൽ നിന്ന് ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് അല്ലെ. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ്. നോക്കി, ഇത് ബനിയൻ ട്രീ ആണ്, ആൽമരമാണ്. നോക്കി, മുകളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണുള്ളത് അല്ലെ. അപ്പൊ ഈ വേരുകളാണ് എന്തെന്ന് പറയുന്നത്? താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ നമുക്കറിയാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. മുകളിൽ നിന്ന് താഴേക്ക് ഒരു താങ്ങ് നൽകുകയാണ്. അപ്പൊ അതാണ് താങ്ങുവേര്. അങ്ങനെ ഓർത്തിരിക്കാലോ. പേരാൽ അല്ലെങ്കിൽ ബനിയൻ ട്രീ ഇതിന് ഉദാഹരണമാണ്. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ താങ്ങുവേരുകൾ. ഇനി രണ്ടാമത്തത് പൊയ്ക്കാൽ വേരുകൾ. എന്താണ് പൊയ്ക്കാൽ വേരുകൾ? തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ. നോക്കൂ, ഇവിടെ ഉണ്ടോ പൊയ്ക്കാൽ വേര്? തണ്ടിൽ നിന്ന് ആറ്റുകൈത, ഇതാണ് പൊയ്ക്കാൽ വേര്. കണ്ടോ, തണ്ടിൽ നിന്നാണ് താഴേക്ക് വേര് വന്നേക്കുന്നത്. ഇവിടെ കണ്ടോ, തണ്ടിൽ നിന്ന് താഴേക്കല്ലേ വേര് വന്നേക്കുന്നത്? നിങ്ങൾ കണ്ടോ, തണ്ടിൽ നിന്ന് താഴേക്കാണ് വേര് വന്നേക്കുന്നത് അല്ലെ. അപ്പൊ ഇതാണ് എന്ത്? പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആറ്റുകൈത പൊയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത നോക്കൂ, പറ്റുവേരുകൾ. എന്താണ് പറ്റുവേരുകൾ? ചില സസ്യങ്ങൾക്ക് മറ്റു ചെടികളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന പ്രത്യേക തരം വേരുകളാണ് പറ്റുവേരുകൾ. പറ്റുവേരുകൾ നമുക്കറിയാം, ഓർക്കിഡിന്റെ ഒക്കെ വേര് പറ്റുവേരാണ്. ഇവിടെ കണ്ടോ, ഈ ഓർക്കിഡ് സസ്യത്തിന് മറ്റു സസ്യത്തിന്റെ തണ്ടിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന ഈ വേരുകളാണ് പറ്റുവേരുകൾ എന്ന് പറയുന്നത്. പറ്റുവേരുകൾ. ക്ലിയർ ആയോ? പറ്റുവേരുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡ്. അടുത്ത പറയുന്നതാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂനോട്രോപ്സ്. എന്താണ് ശ്വസന വേരുകൾ? വാതക വിനിമയത്തിന് സഹായിക്കുന്നതിനായി വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതിനെയാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേക തരം വേരുകളാണ്. അതിന്റെ ചിത്രവും SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. കണ്ടോ, ശ്വസന വേരുകൾ അടിയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് ശ്വസന വേരുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന വേരുകൾ. വാതക വിനിമയത്തിന് ഈ വേരുകളാണ് സഹായിക്കുന്നത്. ഓർത്തിരുന്നു നോക്കുക. അടുത്തതാണ് സംഭരണ വേരുകൾ. എന്താണ് സംഭരണ വേരുകൾ എന്ന് പറഞ്ഞാൽ? ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ. മരച്ചീനി, മധുരക്കിഴങ്ങ്, ക്യാരറ്റ് എന്നിവയെല്ലാം സംഭരണ വേരുകളാണ് അല്ലെ. നമ്മൾ അതിന്റെ റൂട്ടാണ് എടുക്കുന്നത്. അപ്പം സംഭരണ വേരുകൾ, ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ് താങ്ങുവേരുകൾ, അതേപോലെ തന്നെ പൊയ്ക്കാൽ വേരുകൾ, പറ്റുവേരുകൾ, ശ്വസന വേരുകൾ, ദെൻ സംഭരണ വേരുകൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഏകബീജപത്രം, ദ്വിബീജപത്രം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണെന്ന് കണ്ടല്ലോ. എങ്ങനെയാണ് തെങ്ങിനകത്ത് എങ്ങനെയാണ്? നാരുവേര് പടലമാണല്ലേ. നാരുവേര് പടലമാണെങ്കിൽ ശിരാവിന്യാസം എങ്ങനെ ആയിരിക്കും? സമാന്തര ശിരാവിന്യാസമായിരിക്കും. സമാന്തര ശിരാവിന്യാസമാണ് എങ്കിൽ അതേതാണ്? ഏകബീജപത്രമാണ്. ഏകബീജപത്രം. അപ്പം തെങ്ങിന്റെ ബീജപത്രം ഏകബീജപത്രം. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്. അടുത്ത നോക്കൂ, ചക്കയ്ക്കകത്ത് എങ്ങനെയാണ്? അതിന്റെ താഴ്വേര് പടലമാണ് അല്ലെ. താഴ്വേര് പടലമാണ്. ഇതിനകത്തെ ശിരാവിന്യാസം എങ്ങനെയാണ്? ജാലികാ ശിരാവിന്യാസമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് പത്രമായിരിക്കും? ദ്വിബീജപത്രമായിരിക്കും. ദ്വിബീജപത്രമായിരിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ നാലുവേര് പടലമാണെങ്കിൽ സമാന്തര ശിരാവിന്യാസമായിരിക്കും, ഏകബീജപത്രമായിരിക്കും. ഇനി താഴ്വേര് പടലമാണ് എങ്കിൽ ജാലികാ ശിരാവിന്യാസമായിരിക്കും, ദ്വിബീജപത്രമായിരിക്കും. ദ്വിബീജപത്രം. ഇവിടെ ബീജപത്രം കണ്ടോ? ദ്വിബീജപത്രമാണ്. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ എങ്ങനെയാണ്? ബീജാനോട് അവിടെ വരും അല്ലെ. ഏകബീജപത്രമാണെങ്കിൽ അവിടെ ബീജാനം വരും. ബീജാനം.
ക്ലിയർ ആയല്ലോ. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാണ്. ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ. അത്തരം സസ്യങ്ങളെ ഏകബീജപത്രങ്ങൾ അല്ലെങ്കിൽ മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് ബീജപത്രമുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ദ്വിബീജപത്രമുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്രത്തിന്റെ സവിശേഷതയാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. ഏകബീജപത്രത്തിന്റെ സവിശേഷതകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പൊയ്ക്കോളുക. ഏകബീജപത്രത്തിന്റെ സവിശേഷത എന്താണ്? നാരുവേര് പടലമാണ്, ശിഖരങ്ങളില്ലാത്ത തണ്ടാണ്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകളാണ്. ക്ലിയർ ആയോ? നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ, ഏകബീജപത്രം. ഇനി ദ്വിബീജപത്രമാണെങ്കിലോ? ദ്വിബീജപത്രമാണെങ്കിൽ എന്താണ്? താഴ്വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാ ശിരാവിന്യാസം എന്നിവയാണ് ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകത. അപ്പൊ ചോദിക്കാം, ദ്വിബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? താഴ്വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ശിഖരങ്ങളോട് കൂടിയ തണ്ടാണ്, ജാലികാ ശിരാവിന്യാസമുള്ള ഇലകളാണ്. ക്ലിയർ ആയോ? ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വേരും ഇലയും തമ്മിൽ ഇത്തരം ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ കാണും. അതിന് ഉദാഹരണമാണ് ചേമ്പ്, ചേന എന്നിവയൊക്കെ. ചേമ്പ്, ചേനയൊക്കെ അതിന് ഉദാഹരണമാണ്. ദെൻ അടുത്ത നോക്കൂ, കുറ്റിയറ്റ് പോവാതെ. എന്താണ് കുറ്റിയറ്റ് പോവാതെ? നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് വളരെയധികം കാണാത്ത സംഭവങ്ങളാണ് മുള്ളിലം, തുമ്പ എന്നിവയൊക്കെ അല്ലെ. പണ്ട് കാലത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ്, പക്ഷെ ഇപ്പോൾ വളരെ അധികം കാണാൻ സാധിക്കാത്തതാണ്. കാരണം വംശനാശ ഭീഷണി നേരിടുന്നതാണ് എന്ത്? തുമ്പ, മുള്ളിലം എന്നിങ്ങനെയൊക്കെയുള്ള ചെടികളാണ്. അപ്പൊ അതിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അല്ലെ, ഡോഡ പോലുള്ള ജീവികളെല്ലാം എണ്ണത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാകുന്നതാണ് വംശനാശം. വംശനാശം എന്താണ്? ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിനൊരു കാരണം. ഈ വംശനാശമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലെ, ഒറ്റയുള്ളൊരു ജീവിയും അതിനകത്ത് ആവാസമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ. ഇത്രയേ ഉള്ളൂ എങ്കിലും ഇതിനകത്ത് ഒരുപാട് വാസ്റ്റ് കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. എങ്ങനെയാണ് വിത്ത് വിതരണ രീതി അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ, അതേപോലെ നാരുവേര് പടലം, താഴ്വേര് പടലം, ജാലികാ ശിരാവിന്യാസം, സമാന്തര ശിരാവിന്യാസം, ഏകബീജപത്രം, ദ്വിബീജപത്രം, ബീജപത്രം, ബീജശീർഷം, ബീജമൂലം, കോട്ടിലിടോണൊക്കെ ബീജപത്രം അല്ലെ. ബീജാനം, അന്നം നൽകുന്നതാണ് ബീജാനം. ഏകബീജപത്രത്തിൽ അന്നം നൽകുന്നത് ബീജാനം. അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. ഏകബീജപത്രത്തിൽ അന്നം നൽകുന്നത് ബീജാനം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ റൂട്ട്സ് പ്രത്യേകം ഓരോരോ റൂട്ട്സ്, കാരണം അതിന്റെ പിക്ചർ അടക്കം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. എയറോപോണിക്സ് എന്താണ്, ഹൈഡ്രോപോണിക്സ് എന്താണ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.